ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ പൊന്നി ഇത്ര നേരത്തെ? ഒരാളെ കിട്ടി. കയ്യോടെ സത്യമേ കാണിക്കാൻ കൊണ്ടുവന്നതാ. ഇങ്ങനെ നിക്ക്. മുടക്കൊട്ടും കുറവില്ലാത്തവനാണ് ഞാനും കേട്ടാ. കോട്ടാ കമല വാടാ. ആശാനെ, അവൻ അങ്ങനെ പിണക്കുണ്ടായിരുന്നു. മൃഗമാ, എന്ത് തറപ്പണി അവൻ കാണിക്കൂ. എന്റെ പൊന്നു മോനെ, ഈ പണി ജീവിതകാലം മുഴുവെടുത്തോളം നമ്മളാർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഉണ്ടോ? പക്ഷെ എടുക്കുന്നവരെ ഈ പണി സത്യസന്ധമായിട്ട് തന്നെ എടുക്കുള്ളൂ. ഇനി അതിലേറ്റ് അവൻ സ്പിരിറ്റ് കലക്കാൻ വന്നാ അവന്റെ അണ്ണാക്കിൽ സ്പിരിറ്റ് ഒഴിച്ചു കൊടുത്താക്കി ഞാൻ. എടാ നീ ധൈര്യമായിട്ടിരിക്കടാ, അവൻ കളിക്കട്ടെ. നമുക്കത് വരുന്നിടത്ത് വെച്ച് കാണാം. എടോ പിള്ളേ, താനാ തെങ്ങ് കണ്ടോടോ? ഇതൊന്ന് കുലച്ച് കാണാൻ വേണ്ടി ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയാമോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവച്ച തെങ്ങാടോ ഇത്. അച്ഛനറിയാതെ അമ്മ എടുത്തുന്ന തയ്യ. പിന്നീട് അച്ഛൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ആ തൈക്ക് ചൊട്ട പൊട്ടിയോടാന്ന്. പിന്നീട് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, എല്ലാം അച്ഛനറിയായിരുന്നു. ഈ തെങ്ങും എന്റെ അച്ഛന്റെ വിയർപ്പ് തന്നെ. അച്ഛന്റെ വിയർപ്പിന്റെ ഭിത്ത. എടോ പിള്ളേ, തൂക്കുമരത്തിലേക്ക് പോകും മുമ്പേ അവസാന ആഗ്രഹം പോലെ ഞാൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് താൻ എനിക്ക് സാധിച്ചു തരാമെന്നും പറഞ്ഞായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഒരുക്കിയിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. ഞാനിപ്പോ അവനെ വിളിക്കാം, ആള് വന്നിട്ടുണ്ട്. രാജേഷേ, വാ, കേറി വാ. നല്ല വെള്ള കൂടുതലുള്ള 2 കരിക്കിങ്ങടി. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഇതെല്ലാം എന്റെ മുതൽ തന്നെ, എന്റെ പാരമ്പര്യ സ്വത്താ. ഇതിന്ന് 2 കരി കിട്ടുന്നും വെച്ച് ഇനി എന്ത് ഭൂകമ്പം വന്നാലും അത് ഞാനങ്ങ് തടുത്തോളാം. നീ കയറിക്കോ. കേറിക്കോ. കയറിക്കോ. സാറേ, നമുക്ക് അങ്ങോട്ടിരിക്കാം. അതിൽ നിന്ന് 1 വെട്ടി സാറിന് കൊടുക്ക് രാജേഷേ.
എടോ പിള്ളേ, താനും വേണമെങ്കിൽ കരി കുടിച്ചോടോ. ഇനി പറ്റിയില്ലെങ്കിലോ അയാൾക്കൊരു കരിക്ക് കൊടുക്ക്. എടോ, ഈ വീടിന്റെ ഓരോ മുക്കിലും ഞാൻ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന ഓരോ മരങ്ങൾക്കും ഇങ്ങനെ ഓരോ കഥകളുണ്ട് പറയാൻ. എടോ, പുതുതലമുറയ്ക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തില് ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്ന ഓർമ്മകളാ. ഇതെല്ലാം കൈവിട്ടു പോയപ്പോ ചങ്കിനകത്ത് ഒളിപ്പിച്ചിരുന്ന സങ്കടങ്ങളാ. തനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ തന്നെയും കൂട്ടി പോന്നതേ. എനിക്ക് ഒരാഗ്രഹമെങ്കിലും സാധിച്ചു തരാൻ പറ്റിയല്ലോ, അത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അതെ എടാ പിള്ളേ, ഇത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഇവിടെ ഞാൻ ഇറങ്ങും. പിന്നെ ഞാനിവിടെ എന്നാലേ കരഞ്ഞോടോ. ഞാൻ തിരിഞ്ഞു നോക്കാൻ നടക്കും. അതുകൊണ്ടേ താൻ പിന്നാലെ തന്നെ വന്നേക്കണം കേട്ടോ. ശരി സാർ. കാരണം എന്റെ മനസ്സ് തുറന്നിട്ടാണ് ഞാനിവിടെ നിന്ന് പോകുന്നു. സത്യമേ, സത്യമേ, ഇതെന്താ പൊന്നി ഇത്ര നേരത്തെ? ഒരാളെ കിട്ടി. കയ്യോടെ സത്യമേ കാണിക്കാൻ കൊണ്ടുവന്നതാ. ഇങ്ങനെ നിക്ക്. ആളെ മനസ്സിലായോ? എവിടെയോ കണ്ടു പരിചയമുണ്ട്, പക്ഷെ അങ്ങ് മനസ്സിലാവുന്നില്ല. ഇത് ശാന്തേച്ചി, ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിലെ മീൻ കുക്ക. ഓ, ഓ, ശാരദയുടെ ജോലിക്കാരി. ഇപ്പൊ മനസ്സിലായി. ജോലിക്കാരിന്ന് പറയാൻ പറ്റില്ല സത്യാമ്മേ. കുടുംബശ്രീ ഹോട്ടൽ ഈ നിലയിലേക്കാക്കാൻ ശാരദാമ്മയോടൊപ്പം തോളോട് തോള് ചേർന്ന് നിന്ന് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് ഞാൻ. എന്നിട്ടാ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് എന്നെ അവിടുന്ന് വഴക്കിട്ട് ഓടിച്ചത്.